അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ പ്രിയപ്പെട്ട പ്രവാസി ഹൗസ് ഡ്രൈവർമാർക്കുള്ള വീഡിയോ ആണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ടൊരു പണി വണ്ടി കഴുകൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എപ്പോൾ നോക്കിയാൽ രാവിലെ വണ്ടി കഴുകണം, അല്ലെങ്കിൽ വൈകുന്നേരം വന്നാലും ചിലയിലെ വണ്ടി കഴുകണം, പിറ്റേ ദിവസം ഓട്ടം പോകണം, മദർസ ഓട്ടം പോകണം. അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം സമയം ഒരുപാട് വേണം, വണ്ടി കഴുകണം, വെള്ളം ഒരുപാട് വേണം. നമുക്ക് ചെറിയൊരു ടിപ്പിലൂടെ വണ്ടിയൊക്കെ കാണിച്ചു തരാം. അത് കുറച്ച് വെള്ളം മതി, ഒരു 1/2 ബക്കറ്റ് വെള്ളം കൊണ്ട് ആ വലിയൊരു വണ്ടിയൊക്കെ കേൾക്കണ ഒരു സംഭവം കാണിച്ചു തരാം. അത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സമയം ലാഭം, പണിയും കുറവാണ്. ഏറ്റവും വലിയ പ്രശ്നം ഈ വണ്ടി കേൾക്കണ പ്രശ്നം. കാരണം ബാക്കിയുള്ളവർ ഒരു 100-80% ആൾക്കാരും ഡ്രൈവർമാർ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിച്ചു പൊളിച്ച് വെള്ളം ഒഴിച്ച് സോപ്പ് മുടി കഴുകി ആകെ പതാക്കണ പരിപാടിയില്ല. ഇതങ്ങനെയല്ല. ഇത് 1/2 ബക്കറ്റ് കൊണ്ട്, സോപ്പും വേണ്ട ഒന്നും വേണ്ട, 1/2 ബക്കറ്റ് കൊണ്ട് ആ വണ്ടി കഴുകി 10 മിനിറ്റ് കൊണ്ട് പരിപാടിയാണ് കാണിച്ചു തരാം. ഓക്കെ, കവാണ്. അതിന് നമുക്ക് വേണ്ടത് മൂന്ന് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ബക്കറ്റ്, ഇങ്ങനത്തെ ഒരു സ്പോഞ്ച്, പിന്നെ വണ്ടി കിടന്ന് തുണീൻ്റെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ട വെള്ളം ചെയ്ത് മറന്നു പോയി വലിയ വെള്ളം പിടിക്കാം. നമുക്ക് കറക്റ്റ് 1/2 ബക്കറ്റ് മതിക്കാം. പിന്നെ നമ്മളോട് ഒരു വിരുന്നേര് വന്നിട്ടുണ്ട്, തേനീച്ചൂട് വേണ്ട, തേനീച്ച മതി. 1/2 ബക്കറ്റ് വെള്ളമായില്ലേ, ഇത്ര മതിയോ? ഇത്ര കൂടെ കുറച്ചും കൂടെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ 1/2 ബക്കറ്റ് വെള്ളം നമുക്ക് ആകെ വേണ്ടത്. ഓക്കെ, ബാക്കി ഞാൻ കാണിച്ചു തരാം. കമാൺ. ഇല്ല, വണ്ടി കിടക്കുന്നത് ബാക്കിൽ പാർക്കിങ്ങിലാണ്. ഡോറടയ്ക്കട്ടെ. പൊളിയപ്പോൾ വണ്ടി കിടക്കുന്നത് വീടിൻ്റെ ബാക്കിൽ പാർക്കിങ്ങിലാണ്. ഈ കിടക്കണ മുതലാണ് നമ്മൾ ആനവണ്ടി. ഈ വലിയ വണ്ടി കഴുകാനാണ് നമുക്ക് 1/2 ബക്കറ്റ് വെള്ളം വേണ്ടത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ബാക്കി. ഓക്കെ, അതിന് മൂന്നാമത് വേണ്ട സാധനം ഈ കിടകൾ. ഈ സാധനം മിക്ക വീടുകളിലുണ്ടാവും, ഡ്രൈവർമാർ വീട്ടിലുണ്ടാവും. ഇത് പഴയതായിരിക്കും, മേടിച്ചിട്ട് കണ്ടില്ല. തുണി ഇങ്ങനെ കിടക്കുന്ന നോക്കണ്ട, പൊറാട്ട കയറിയ പോലെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കല്ല് ഭയങ്കര പവർഫുൾ സാധനമാണ്. റബ്ബറിൻ്റെ ഒരു തുണിയാണ്. പറന്നു പോയി. ഇങ്ങനെ ഈ സാധനം തൽക്കാലം അതിലിട്ട് വയ്ക്കാം. ഓക്കെ, അതെന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ മേടിക്കാം. അധികം വേണ്ട. ഈ സ്പോഞ്ച് വെള്ളത്തിലാണ് മുക്കുക. ഇത് കാണിച്ചിട്ട് അങ്ങനെ സ്പോഞ്ചിന് മുക്കി തുടക്കണോണ്ടല്ലോ മെച്ചമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റ മുക്കലിന് ഒരു സൈഡ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവും നമുക്ക് ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ചൈമത്തെ പൊടിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അങ്ങനെ സ്പോഞ്ച് കൊണ്ടുള്ള മെച്ചം. നമ്മളിപ്പോൾ ഇപ്പം തുറന്നിട്ട് ഒരുപാട് വെള്ളം കളഞ്ഞ കാര്യമില്ല. പഞ്ചുമ്പലി റബ്ബർത്തും എടുക്കുക, അതിന് പിന്നാലെ തുടക്കുക. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്താണ് ഗൈസ് സംഭവിച്ചത്. നമ്മൾ മൊബൈൽ തലകുത്തി വീണു. മൊബൈൽ തലയും കുത്തി വീണു ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മൾ കലാപരിപാടി തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ പോയിട്ട് പറ്റി ഒരു സൈഡ് മൊത്തം കുറച്ച് ഒരു സൈഡ് ക്ലീനായി കിട്ടി. അങ്ങനെ ഒരു സൈഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അടുത്ത സൈഡ്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരിക്കലും വണ്ടിയുടെ മേൽഭാഗം കഴുകുന്നില്ല. മേൽഭാഗം കഴുകാറില്ല. അത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം കഴുകിയാൽ മതി. അവിടെ മുകളിലേക്ക് നോട്ടെത്തൂല. അത് ഉടായ്പ തന്നെയാണ്. വല്ല ഉടായ്പാണല്ലോ. മിക്കവാറും ഈ വീഡിയോ കഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെ ഈ ഉടായ്പ് വണ്ടി കഴുകൽ തീരുമാനമാകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് മുതലാളി കണ്ടോ പറയും, മര്യാദയ്ക്ക് ഇനി വെള്ളം ഒഴിച്ച് സോപ്പിട്ട് കഴുകി കുട്ടപ്പനായിക്കാണെന്ന് പറയും. എൻ്റെ ഉടായ്പ പരിപാടി ഇവിടെ കാണിക്കേണ്ട കാര്യം. അതുകൊണ്ട് ആഴ്ചയിൽ ഇങ്ങനെ കഴിയുമ്പോൾ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം കഴിക്കാൻ മതി. പൊടിക്കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
പിന്നെ ഈ ബ്ലാക്ക് കളർ വണ്ടീൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പൊടി അഴുക്കുണ്ടെങ്കിൽ നമ്മളെ കൈ വെച്ച പാടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അതാകുമ്പോൾ എന്നും പണി തന്നെയാണ്. അപ്പം അങ്ങനെ വെച്ച് കൈ മടുത്തിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. ഇതാകുമ്പോൾ നല്ല സുഖമാണ്. നോക്കുമ്പോൾ ഒരു വണ്ടി ഒന്നും ക്ലീൻ ആയി നിൽക്കുന്നുണ്ട്, നമ്മൾ നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറ്റുള്ള എന്താ പറയുക, ഇത് കാണുന്ന ഡ്രൈവർമാർക്ക്, ഹൗസ് ഡ്രൈവർമാർക്ക് ഇത് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇതങ്ങോട്ട് പയറ്റിക്കുക, പൂശിക്കാണ്ട് വർക്കൗട്ടാവും 100% ഉറപ്പ്. പക്ഷെ അതവർക്ക് കാണിച്ചു കൊടുക്കും. എൻ്റെ കാര്യം തീരുമാനം എന്തായാലും ഒന്നിൽ കൂടുതൽ വണ്ടിയൊക്കെയുള്ള ഡ്രൈവർമാർ എന്തായാലും മസ്റ്റ് ഇത് ട്രൈ ചെയ്തോ. കാരണം സമയം ഭയങ്കരമായിട്ട് ലാഭം കൊണ്ട് പണിയും കുറയും, പെട്ടെന്ന് പരിപാടി കഴിക്കാൻ പറ്റും. ഒന്നുകൂടെ പറയുന്നത്, അവരെ കണക്കെ കാണിച്ചുകൊണ്ട് ചെയ്യാണ് ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, അങ്ങനെ വണ്ടി നല്ല അടിപൊളിയായിട്ട് ക്ലീനിങ് കഴിഞ്ഞു. സൂപ്പറായിട്ട് ക്ലീനിങ് കഴിഞ്ഞു. വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള 10 മിനിറ്റ് പരിപാടി, അധികമൊന്നുമില്ല. 1/2 ബക്കറ്റ് വെള്ളം കൊണ്ട് വണ്ടി ക്ലീനാക്കി പരിപാടി കഴിഞ്ഞു.